ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനേ ഇന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണേ. ഇതേ ബുള്ളറ്റിലാണ് ഇന്നെൻ്റെ യാത്ര. ഈഗോ കാരണം ജോലി കളഞ്ഞിട്ട് അല്ല, എൻ്റെ ആത്മവിശ്വാസം കാരണം ജോലി കളഞ്ഞിട്ട് ഇന്നേക്ക് 44 ദിവസമായി. പോകുന്നത് ഒരു ഇൻ്റർവ്യൂവിനാണ്. ഞാൻ ഏകദേശം 2 വർഷത്തോളം വർക്ക് ചെയ്യുന്ന ബർജർ പെൻസിലാണ് ഇന്നത്തെ ഇൻ്റർവ്യൂ. തൃശ്ശൂരിലെ മണ്ണൂത്തി എന്ന സ്ഥലത്തെ കുന്നത്തുംകര എന്ന സ്ഥലത്താണ് ബർജറിൻ്റെ ഐ ട്രെയിൻ ഇരിക്കുന്നത്. ഞാനിപ്പോൾ പോകുന്നത് ഞാൻ എപ്പോഴും പോകാറുള്ളൊരു ഷോർട്ട് വഴിയാണ്. പുല്ലിശ്ശേരിയിൽ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. നേരെ ചങ്ങലേരി പോയി കൂട്ടിലക്കടവ് പോയി കരിമ്പുഴയിൽ എത്തി. ശേഷം പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീകൃഷ്ണപുരം വഴിയാണ് പോകുന്നത്. ശ്രീകൃഷ്ണപുരത്ത് നിന്ന് സൊസൈറ്റി പടി എത്തിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ലെഫ്റ്റ് കയറും. നേരെ എത്തിച്ചേരുന്നത് മംഗലാംകുന്നിലേക്കാണ്. മംഗലാംകുന്ന് സെൻറ്ററിൽ നിന്ന് വീണ്ടും റൈറ്റ് കയറും. അമ്പലപ്പാറയൊക്കെ പോകുന്ന റോഡാണ്. ആ റോഡ് സ്ട്രെയിറ്റ് ഒരു 5-6 കിലോമീറ്റർ പോകുമ്പോൾ പൂക്കോട്ടുകാവ് പറഞ്ഞൊരു സ്ഥലമെത്തും. അവിടുന്ന് നേരെ റൈറ്റ് സൈഡിൽ കനാലിലൂടെ ഒരു ചെറിയ റോഡുണ്ട്. ആ റോഡ് നേരെ എത്തിച്ചേരുന്നത് തൃക്കടീരി പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടുന്ന് ചെന്ന് പിന്നെ നമ്മൾ ലെഫ്റ്റ് കയറണം. പക്ഷേ വളരെ മോശം റോഡായിരുന്നു. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. അവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് അനങ്ങമല എന്ന സ്ഥലത്തേക്കാണ്. ഒരു 500 രൂപയ്ക്ക് എണ്ണ അടിച്ച യാത്ര തുടർന്നു. അനങ്ങമല എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നേരെ പിന്നെ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ കയറുന്നത് വാണിയംകുളം എന്ന സ്ഥലത്താണ്. വാണിയംകുളത്ത് നിന്ന് ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞാൽ കൂനത്തറ എന്നൊരു സ്ഥലത്ത് നിന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് നമ്മൾ എടുക്കണം. അതൊരു ഷോട്ടാണ്. ആ ഷോട്ട് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് നമ്മൾ ഷൊർണൂരിലേക്കാണ്. പിന്നെ സ്ട്രെയിറ്റ് തൃശ്ശൂർ ഒരേ പോക്ക്. എന്തായാലും തിരിച്ചു വരുമ്പോൾ ഈ റോഡ് വരില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും യാത്ര തുടർന്നു. എപ്പോഴും എനിക്ക് ചായ ഒരു വീക്ക്നെസ്സാണ്. ഒരു ദിവസം ഒരു 5-6 ചായ കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരാറില്ല. അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ചായ സ്പോട്ടുണ്ട്. ഈ സ്ഥലം അത്താണിയാണ്, നില ബേക്കോസ്. ഇവിടുത്തെ ചായ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ ഞാനിവിടുന്ന് ഒരു ചായയും ഒരു സുഖിയനും കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. എൻ്റെ ഇന്നത്തെ 3ാമത്തെ ചായയാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടുത്തെ ചായക്ക് 15 രൂപയാണ്, സുഖിയന് 12 രൂപയാണ്. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇതാണ് ബർജറിൻ്റെ ഐ ട്രെയിൻ എന്ന് പറഞ്ഞ സ്ഥാപനം. പെയിൻറ്റർമാരെ ട്രെയിൻ ചെയ്യാനും മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യാനും ഉള്ളൊരു സ്ഥാപനമാണ് കേട്ടോ അത്. അപ്പോൾ പഴയ ഒപ്പം വർക്ക് ചെയ്ത എല്ലാവരെയും കാണാൻ കൂടി സാധിച്ചു. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ കൂട്ടത്തിൽ സന്ദീപ് നല്ലൊരു ഫുഡ് കഴിക്കാറിഞ്ഞിട്ട് കൊണ്ടുപോയ സ്ഥലമാണ് കേട്ടത്, മണ്ണൂത്തിയിലെ. അപ്പോൾ ഇല വന്നു, ഓരോ വിഭവങ്ങളിങ്ങനെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. ബർജറിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു സുഹൃത്തുക്കളിൽ ഒരാളാണ് കേട്ടോ സന്ദീപ്. ഇതാണ് മുതൽ. ഇന്നത്തെ ഫുൾ ചിലവ് ഇവൻ്റെ വകയെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പ്ലേറ്റ് പോർക്കും ഒരു പ്ലേറ്റ് നത്തളും പറഞ്ഞു. രണ്ടും അതിഗംഭീരമായിരുന്നു. എന്നാലും എനിക്കിഷ്ടപ്പെട്ടത് പോർക്ക് തന്നെയായിരുന്നു കേട്ടോ. പോർക്ക് കിഡിലനായിരുന്നു. പിന്നെ അവരുടെ സെറ്റൊക്കെ അടിപൊളി എന്ന് പറയാനൊന്നുമില്ലെങ്കിലും അവിടുത്തെ മാങ്ങച്ചാറും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവിടെ ടോട്ടൽ ബില്ല് വന്ന് 290 രൂപയാണ്. എന്നാലും നല്ലൊരു ഫുഡായിരുന്നു. ഊണിന് 60 രൂപ, പോർക്കിന് 100 രൂപ, നത്തോലിക്ക് 70 രൂപ. ഇങ്ങനെയാണ് ആ കണക്ക് വരുന്നതാണെന്ന് എൻ്റെ വിശ്വാസം. ശേഷം അവനോട് ഒരു ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങി. സമയം 3 മണി ഏകദേശം. എൻ്റെ അടുത്ത ചായക്കുള്ള സമയമായി. വീണ്ടും രാവിലെ കുടിച്ച അതേ സ്പോട്ടിൽ നിന്ന് എൻ്റെ അടുത്ത ചായ കുടിച്ച് ഞാൻ യാത്ര തുടർന്നു. ഇനി പോകുന്നത് ചെർപ്പളശ്ശേരി വഴിയാണ്. വന്ന വഴി എന്തായാലും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. എപ്പോഴും ചായ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ചെർപ്പളശ്ശേരിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചായ സ്പോട്ടാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. ചായക്കാളെ ഇഷ്ടം എനിക്ക് അവിടുത്തെ കടികളാണ് കേട്ടോ. വൈകുന്നേരം നല്ല തിരക്കാണ്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തായ സുധീഷും പിന്നെ ഷിബോട്ടനുണ്ട്. എല്ലാം കഴിഞ്ഞ് 5ാമത്തെ ചായയും കുടിച്ച് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 6:10 കേട്ടോ. കുളി കഴിഞ്ഞ് നേരെ അച്ഛൻ്റെ ചായക്കടയ്ക്ക് ഒരു ചായയും കൂടി എൻ്റെ 6ാമത്തെ ചായ കൂടി ഉണ്ടാക്കി. ഇപ്പോഴത്തെ രാത്രിയിലെ മെയിൻ പരിപാടി ക്യാരം ബോർഡാണ്. ക്യാരം ബോർഡും കളി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ബൈ, നാളെ കാണാം.